ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ DSLs പറ്റിയാണ് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ DSLs എന്താണെന്നുള്ളൊരു ഹോളിസ്റ്റിക് വ്യൂ ആണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പായിട്ട് കണ്ടക്ട് ചെയ്യാം. സെഷനിൽ പറ്റില്ല, ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് ഇതിന്റെ ഓണ്ടോളജി ഡീകോഡ് ചെയ്തെടുക്കാം. അതാണ് എയിം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ DSLs പറ്റി സംസാരിക്കുമ്പോൾ ആക്ച്വലി DSLs പറ്റി അല്ല സംസാരിക്കണ്ടേ, നമ്മൾ എക്സ്പ്രസീവ്നെസ്സും എക്സ്റ്റെൻസിബിലിറ്റിനെ പറ്റി പറയണം. എന്നിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ DSL ഫിറ്റ് ആവുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഒരു വ്യൂ പോയിന്റ് ആണ്. ഡിഫറെന്റ് ഫ്രെയിമിൽ നോക്കാം. പറഞ്ഞോ. സോറി, ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോഴേ എനിക്ക് DSL അറിയാന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞേ, അപ്പൊ പുള്ളി DSL അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെന്ന് എനിക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ DSL is domain specific language, not digital subscribers language. അപ്പൊ DSL എന്താണെന്നുള്ളൊരു ഒരു എന്താ പറയാ ആക്രോണിമിന് ഒരു എക്സ്പാൻഷൻ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അല്ല അതിപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, ഫുൾ ഫോമിലെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ 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 അപ്പോ എന്താണ് എക്സ്പ്രസിവിറ്റി? എക്സ്പ്രസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ എബിലിറ്റി ടു എക്സ്പ്രസ് ആർബിട്രറി കമ്പ്യൂട്ടേഷൻസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതായത് സിസ്റ്റം ആസ് എ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് മേളിൽ നമുക്ക് ആർബിട്രറി കമ്പ്യൂട്ടേഷൻസ് മോഡൽ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ലെവൽ ഓഫ് എക്സ്പ്രസിവിറ്റി ഒക്കെ ഉണ്ട്. അതായത് എന്തോരം എക്സ്പ്രസീവ്നെസ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു ഡിസൈൻ ചോയ്സ് ആണ്. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സിമിലർ ഇൻ സ്ട്രക്ചർ ആണ്. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് ദ കോർ സോഫ്റ്റ്വെയർ മോർ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റണം. ഈ എക്സ്പ്രസിബിലിറ്റി കൂടുന്തോറും ഇംപ്ലിമെന്റേഷൻ കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ള ടെൻഷൻ ഇല്ലേ അവിടെ? മോർ എക്സ്പ്രസീവ് ആകുമ്പോ നിങ്ങൾക്ക് കുറച്ച് ഹൗസ് കീപ്പിംഗ് കൂടുതൽ ചെയ്യേണ്ടി വരുമല്ലേ? ചെയ്യേണ്ടി വരും. പക്ഷേ ഞാനൊരു തോട്ട് പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ അല്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. അവിടെയാണ് ട്രേഡ് ഓഫ് വരുന്നത്. എന്താ, അതായത് നമുക്ക് ആരാണ് ഓർഡർ ചെയ്യുന്നത്, ആരാണ് കമ്പ്യൂട്ടേഷൻസ് ഓർഡർ ചെയ്യുന്നത്, അവർക്ക് എന്തോരം അവരോട് ഏത് ലാംഗ്വേജ് ആണ് നമ്മുടെ സിസ്റ്റം സംസാരിക്കണ്ടേ, അവർ ഏത് ലാംഗ്വേജിലാണ് സിസ്റ്റത്തിനോട് സംസാരിക്കണ്ടേ എന്നുള്ള ആ ട്രേഡ് ഓഫിൽ അത് ബാലൻസ് ചെയ്യേണ്ടി വരും. അല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഫീച്ചേഴ്സ് കൂടുമ്പേ അതിന്റെ കമ്പൈലർ ഡിഫിക്കൽട്ട് ആവുന്ന ഈ നിക്കോളാസ് വെർത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ആൽഗോറിതം പ്ലസ് ഡാറ്റ ചെക്ക് പ്രോഗ്രാം. അതിലിങ്ങനെ പറയുന്നത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എക്സ്പ്രസിറ്റി കണ്ടപ്പോ ആ ടെൻഷൻ അവിടെ ഉണ്ടല്ലോ. ഞാൻ എഴുതിയപ്പോഴും തോന്നിയിട്ടുണ്ട്, അത് കൂടുതൽ നൊട്ടേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഹൗസ് കീപ്പിംഗ് നടത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു സാർ അവിടേക്ക് ഹാസ്കലിന്റെ ഒക്കെ അപ്രോച്ച് ബ്യൂട്ടിഫുൾ ആവുന്നതെന്ന് തോന്നുന്നുണ്ട്. അതായത് മറ്റേ അവര് ഒരു കോർ ഫോർമലിസം ഡിഫൈൻ ചെയ്തിട്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആ ഫോർമലിസത്തിലോട്ട് റെഡ്യൂസ് ചെയ്യണം. കമ്പൈലർ കോർ പറഞ്ഞു. ഇതാണ് ഉദ്ദേശിച്ചത്. അതായത് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഡിസൈൻ ചെയ്യും. അതായത് നിങ്ങളുടെ ഒബ്ജക്ട് മോഡലിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ടാവും, ഇന്നുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ആൾക്കാരുടെ ലാംഗ്വേജ് അതിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. അതായത് ഇപ്പൊ സ്കാല എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡോട്ട് കാൽക്കുലസ് എന്നുള്ള പുതിയ ഫോർമലിസത്തിൽ അവരുടെ കോർ കമ്പൈലർ റീഡിസൈൻ ചെയ്തൊക്കെയാണ്. എന്നിട്ട് ബാക്കി ഇപ്പൊ നമുക്ക് അതായത് മാനിഫെസ്റ്റേഷനും ഉണ്ട്, റിയാലിറ്റിയും ഉണ്ട് അവിടെ തന്നെ. മാനിഫെസ്റ്റേഷൻ പല രീതിയിലായിരിക്കും, പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കോർ കാൽക്കുലസിലോട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും എല്ലാം. കമ്പൈലർ നമ്മുടെ ടൈപ്പ് ഇൻഫറൻസ് മറ്റെല്ലാം ലാംഡ ആക്കുന്നത് ആണോ? മറ്റേ നമ്മൾ റെഡ്യൂസ് ചെയ്യുമല്ലോ. അതെ അതെ അതെ. അല്ല, അതായത് ഈ അല്ല സാർ പറഞ്ഞായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഈ ആ സ്ട്രഗിള് നമ്മൾ ഫോർമുലിസം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യാല്ലേ ആയിരിക്കും. അല്ല, അപ്പൊ അവർക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡോട്ട് കാൽക്കുലസിലോട്ട് സ്കാലയിലെ എല്ലാ ഫീച്ചേഴ്സും മാത്രമല്ല വേറെയും എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നോണ്ടാണല്ലോ അവര് എഫ് കാൽക്കുലസിൽ നിന്ന് അങ്ങോട്ട് പോയത്. അതേമാതിരി ഉണ്ടാവും. അല്ല, ഞാൻ ഇത്ര ഇതുള്ളൂ, മോർ എക്സ്പ്രസീവ് ദ ലാംഗ്വേജസ്
മോർ ദ എഫേർട്ട് ഓൺ പാർട്ട് ഓഫ് ദി DSL എഞ്ചിനീയർ എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പോ എക്സ്പ്രസീവ് സിസ്റ്റംസ് എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ പ്ലഗിൻ ആർക്കിടെക്ചർ ഒരു രീതിയാണ്. ഹോസ്റ്റ് ലാംഗ്വേജ് പ്ലഗിൻസ്, ഗസ്റ്റ് ലാംഗ്വേജ് പ്ലഗിൻസ് ഉണ്ട്. ഇന്റർണൽ DSLs വേണമെങ്കിൽ മോഡൽ ചെയ്യാം, എക്സ്റ്റേണൽ DSLs, വിഷ്വൽ DSL. ഈ എക്സ്റ്റെൻസിബിൾ സിസ്റ്റം എങ്ങനെയാണ്? അപ്പോൾ അവിടെ സ്ട്രക്ചർ സെയിം ആണ്. അതായത് പ്ലഗിൻസ് എക്സ്പ്ലിസിറ്റ്ലി വേണം ഒരു പ്ലഗിൻ ആർക്കിടെക്ചർ. കാരണം എക്സ്റ്റേണൽ കോഡ് പ്ലഗ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഫണ്ടമെന്റൽ സിസ്റ്റം ഡിസൈനിന്റെ കൺസേൺ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് ഹോസ്റ്റ് ലാംഗ്വേജ് ആവാം, ഇന്റർണൽ DSL ആവാം, ഗസ്റ്റ് ലാംഗ്വേജ് ആവാം. നോർമലി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഗസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വരാം. പിന്നെ എക്സ്റ്റേണൽ DSL, വിഷ്വൽ DSLs ഒക്കെ. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് അതായത് ഈ സ്ട്രക്ചറൽ ഈക്വലൻസ് ഇവിടെ വരാൻ കാരണം എന്താണ്? അതായത് എക്സ്പ്രസീവ്നെസ്സും എക്സ്റ്റെൻസിബിലിറ്റിയും ഡിഫറെന്റ് കൺസേൺസ് ആയിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇതിന്റെ സ്ട്രക്ചർ സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, അപ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല, കേൾക്കാം. ഓക്കെ ഓക്കെ, ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അപ്പൊ ഈ സ്ട്രക്ചറൽ ഈക്വലൻസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സ്ഥലത്തും നമ്മൾ കമ്പ്യൂട്ടേഷനെ മോഡൽ ചെയ്യണം. അപ്പോൾ ഈ എക്സ്പ്രസീവ്നെസ് വരുവാണെങ്കിലും സിസ്റ്റത്തിന് ഔട്ട്സൈഡ് ആണ് കമ്പ്യൂട്ടേഷൻ റിസൈഡ് ചെയ്യുന്നത്. എക്സ്റ്റെൻസിബിലിറ്റി വരുവാണെങ്കിലും സിസ്റ്റത്തിന് ഔട്ട്സൈഡ് ആണ്. അതായത് ഓർഡറിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അൾട്ടിമേറ്റ്ലി റൺ ചെയ്യുമ്പോൾ ആസ് എ ഹോള് എക്സിക്യൂട്ട് ആവും. റൺ ടൈമിന് നമുക്ക് പ്രത്യേകിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടേഷൻ പ്രിസൈഡ് ചെയ്യുന്നത് പുറത്താണ് സിസ്റ്റത്തിന്റെ. അപ്പോ ഈ കമ്പ്യൂട്ടേഷൻ മോഡൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ കൺസേൺസേ ഉള്ളൂ. മനസ്സിലായോ? പിന്നുള്ള ഡിഫറൻസ് വരുന്നത് ഇന്ത്യയാണ് ഒരു എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് ഒരു പ്ലഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസീവ്നെസ്സും എക്സ്റ്റെൻസിബിലിറ്റിയും പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ട് കൺസേൺ ആണെന്ന് നോക്കുകയാണെങ്കിലും അതിന് ഘടനാപരമായ മറ്റേ ഈക്വാലിറ്റി ഉണ്ട് ഉള്ളില്. ബിക്കോസ് എക്സ്പ്രസീവ് ആക്കാനും എക്സ്റ്റെൻസിബിൾ ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫാക്ട്സ് മോറോലെസ് സിമിലർ ആയതുകൊണ്ടാണ്. അതാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്, ആണോ? അതെ അതെ അതെ. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ഈ ഡിസൈൻ ചോയ്സസ് എങ്ങനെ ഡ്രൈവ് ചെയ്യാം? ഇതൊരിക്കലും ബൈനറി ചോയ്സ് അല്ല. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ഒരു സിസ്റ്റത്തിലും വൺ ഓർ മോർ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം, വൺ ഓർ മോർ മെക്കാനിസംസ് ഇൻക്ലൂഡ് ചെയ്യാം. അത് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് വാറന്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇൻ ഐസൊലേഷൻ എടുക്കുവാണെങ്കിൽ ഇതാണ് കൺസേൺസ് ആയിട്ട് കാണപ്പെടാം. ഓക്കെ, ഇപ്പൊ ഹോസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രൈമർലി പ്ലഗിൻസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പൊ ഹോസ്റ്റ് ലാംഗ്വേജ് ഓർ ഗസ്റ്റ് ലാംഗ്വേജ് എന്നുള്ള ലെവൽ എടുക്കുവാണെങ്കിൽ ഒരു ഡെവലപ്പർ ആക്ടിവിറ്റി ആണ് പ്രൈമർലി. അപ്പോൾ ഡെവലപ്പേഴ്സ് ആയിരിക്കും ഓഫ് കോഴ്സ് ഓർഡർ ചെയ്യണേ. പിന്നെ സ്കിൽ സെറ്റ് ഓഫ് ദ ടീമാണ് വൺ ഓഫ് ദ പ്രൈമറി കൺസേൺ. അതായത് ഇപ്പൊ ഒരു ഹോമോജിനസ് എക്കോസിസ്റ്റം ആണെങ്കിൽ സെയിം ലാംഗ്വേജിൽ പ്ലഗിൻസ് എഴുതാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതി സാറ് പൊളിറ്റിക്കൽ ബൗണ്ടറീസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതായത് പ്രോപ്പർ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഇല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് സിസ്റ്റം കുളമാവാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ടെന്നുള്ളത്. അല്ലല്ല, ഇപ്പൊ നമ്മുടെ ഹോസ്റ്റ് ലാംഗ്വേജും ഗസ്റ്റ് ലാംഗ്വേജും ഒന്ന് തന്നെയാണെങ്കിൽ ഓക്കെ, അതാണ് ഹോസ്റ്റ് ലാംഗ്വേജ് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഫ്രെയിംവർക്കിലോട്ടൊക്കെ ആൾക്കാരെ ഇപ്പൊ ഈ ചിലപ്പോ കുറച്ച് റൗണ്ട് അബൌട്ട് വേയിലെ പ്ലഗിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് ഫീച്ചർ ആ ഫ്രെയിംവർക്കിൽ ആഡ് ചെയ്ത് അപ്പൊ എളുപ്പമാവും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെയുള്ള ക്രീപ്പ് വരും. അതായത് പ്ലഗിനെ ഞാൻ ഹാൻഡ്ലർ എന്ന് വിളിക്കുന്നു. ഈ ഹാൻഡ്ലറിലുള്ള ലോജിക്ക് പ്ലഗിനും പ്ലഗിൻ മാനേജറിലോട്ടൊക്കെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതാണ് അവിടെ ഒരു പ്രശ്നമുള്ളത്. അപ്പൊ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് ലാംഗ്വേജ് ഇപ്പൊ ഈ C++ലൊക്കെ പൈത്തൺ ഇത്ര ഇമ്പോർട്ടൻസ് വന്ന അതാണ്. അപ്പൊ പൈത്തൺ കോഡിന് ഒരിക്കലും C++ കോഡിനെ മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ വരൂല്ലോ, കാരണം രണ്ട് ലാംഗ്വേജാ. എന്ന സ്ഥലത്ത് C++ തന്നെ പ്ലഗിൻ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ചീറ്റിംഗ് നടന്നേക്കാം. അതാണ് ഞാൻ ഇന്നലെ ഉദ്ദേശിച്ചത്.
ഈ അതെ അതെ. ഇത് ഹോസ്റ്റ് പറഞ്ഞു ലാംഗ്വേജ് പറഞ്ഞു. കമ്പോസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ പ്ലഗിനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒഴിവായിക്കൂടെ? ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലം അല്ല സാർ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം ആണ് പറയുന്നത്. അതെ അതെ, അത് പിടിയിട്ട് അതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫങ്ഷണാലിറ്റി വേണം. ആ ഫങ്ഷണാലിറ്റി ഹോസ്റ്റ് ലാംഗ്വേജിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് പ്ലഗിനിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ പ്ലഗിനെ വേറെ പ്ലഗിനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അങ്ങനത്തെ ഒരു ഫങ്ഷണാലിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അതെ അതെ, അത് അല്ല അതൊരു കുഴപ്പമില്ല. നല്ല ഐഡിയ ആണ്. അതെ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് പ്ലഗിൻ ഫ്ലാറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണതിന് പകരം പ്ലഗിന്റെ റിയലൈസേഷൻ ഡിസൈൻ ബൈ കോൺട്രാക്ട് മാതിരിയുള്ള ഒരു ഇഡിയം വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 10 കോൺട്രാക്ട്സ് എന്ന് വിളിക്കാം നമുക്ക്. അതായത് ഈ ഡിസൈൻ ബൈ കോൺട്രാക്റ്റില് ഇപ്പൊ എന്താ പറയാ, പ്രീ എക്സിക്യൂട്ട്, എക്സിക്യൂട്ട്, പോസ്റ്റ് എക്സിക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഒരു 10 കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ 50 ലോജിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചർ ക്രീപ്പ് ഒഴിവാക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, ഈ റിയൽ ലൈഫില് പല കമ്പനികളിലും ഡെവലപ്പേഴ്സിന് വേഗം വീട്ടിൽ പോകാനേ ഇപ്പൊ എന്താണ് പ്രശ്നം, ഈ വെൽ ഡിസൈൻ സോഫ്റ്റ്വെയറിൽ റിപ്പിറ്റേഷൻ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരാം, റിഡൻഡൻസി വരാം. ചിലപ്പോ മിക്ക പ്രോഗ്രാമേഴ്സിനെയും ഷോർട്ട് കട്ട് എടുക്കുന്നവർക്കൊക്കെ ഇത് വളഞ്ഞ വഴിക്ക് ചെയ്യുന്നതായിട്ട് തോന്നാം. ഇവിടെ കിട്ടിയ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവിടെ ടെൻഷൻ വരുന്നത്. ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ്നെറ്റ് എന്നുള്ള ഒരു കമ്പനിയുടെ ഫ്രെയിംവർക്കിന്റെ ഓണർ ആയിരുന്നു 2 കൊല്ലം. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ ആ കമ്പനി ഫ്രെയിംവർക്ക് വെക്കണേ എന്തിനാണ്, മറ്റേ ഇപ്പൊ സ്ട്രിങ് നമുക്ക് കോൺകാറ്റ് ചെയ്യാം, 5 രീതി ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ കുറെ ഓപ്പറേഷൻസ് നടത്താം. അപ്പൊ ആൾക്കാരെല്ലാം യൂണിഫോം ആയിട്ട് ചെയ്യാൻ വേണ്ടിയ ഫ്രെയിംവർക്ക്. അപ്പൊ ഫ്രെയിംവർക്കില് ഈ എക്സ്ട്രാ കൺസ്ട്രക്ട് ആഡ് ചെയ്യാനുള്ള പ്രഷർ വരും. അത് ഈ വരുന്നത് അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ പ്ലഗിൻ, അവിടെ ഒരുതരം പ്ലഗിൻ ബേസ്ഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. പക്ഷെ കോഡ് ഡൈനാമിക്കലി ലോഡ് ചെയ്യുന്നതിന് പകരം കോഡ് പാറ്റേൺ വെച്ചിട്ട് ഈ പ്രോട്ടോടൈപ്പ് ചെയ്ത്, അതായത് കോപ്പി എടുത്താ ചെയ്തിരുന്നത്. ഈ പ്രോബ്ലം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഈ ഹോസ്റ്റ് ലാംഗ്വേജും ഗസ്റ്റ് ലാംഗ്വേജും ഒന്നായി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ ഈ പ്ലഗിൻ ആർക്കിടെക്ചർ ഉണ്ടാക്കിയതിന്റെ അഡ്വാൻറ്റേജ് തന്നെ. ഇപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ഓണറാണ്, നിങ്ങൾക്ക് ഇതൊരു നാച്ചുറൽ ഡെവലപ്മെന്റ് മോഡൽ ആണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പക്ഷെ ഇത് തന്നെ ശ്രീജിത്ത് എന്തോ കൈ കൺസ്യൂമറിന് 2 ലാംഗ്വേജ് പഠിക്കേണ്ടി വരില്ലേ? അങ്ങനെ അറിയില്ല. കൺസ്യൂമർ എന്ന് ഉദ്ദേശിച്ചാരാണ്? അതായത് ഈ DSL ഇപ്പൊ ഞാനാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പൊ iOS ഞങ്ങൾക്ക് ഇതേപോലത്തെ DSL പോഡ് ഞങ്ങളുടെ ഡിപ്പെൻഡൻസി മാനേജ് ചെയ്യാൻ വേണ്ടി അത് റൂബിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് എഴുതുന്നത് പോഡ് ഫയൽ, അത് സെപ്പറേറ്റ് സിൻടാക്സ് ആണ്. അപ്പൊ ഞാൻ അവിടെ റൂബി പഠിക്കണം, ചില സമയത്ത് ഈ പോഡിന്റെ സിൻടാക്സ് പഠിക്കണം. പിന്നെ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിപ്പെൻഡൻസി, അത് iOSന്റെ പ്രശ്നമാണ്. അതൊരു ഓവർഹെഡ് ആണ്. അല്ല ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ റൂബിയുടെ കേസിൽ ഒരു സ്പെഷ്യൽ പ്രശ്നം വെച്ചാൽ ഈ റേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ബിൽഡ് സിസ്റ്റം റൂബി തന്നെ എഴുതിയേക്കണം. ഇപ്പൊ ഗ്രൂവിയിലും ആ പ്രോബ്ലം ഉണ്ട്. അവിടെ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റേണൽ DSL ആയിട്ട് എഴുതിയോണ്ടാണ് അത് പഠിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ടീം സിറ്റിയുടെ മറ്റേ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണം. പക്ഷെ ഇവിടെ DSLന്റെയും ഈ മറ്റേ പ്ലഗിൻ മാനേജറിന്റെ കാര്യങ്ങളൊക്കെ ഒപ്പേക്കാം ഈ കേസിൽ. അപ്പൊ ഇപ്പൊ നമുക്ക് ജാവയിൽ എഴുതിയ ഒരു ഹോസ്റ്റ് അപ്ലിക്കേഷന് ജാവയിൽ തന്നെ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പ്രോബ്ലം ഇല്ലല്ലോ, ജാവയിൽ തന്നെ എഴുതാമല്ലോ അവർക്ക്, മനസ്സിലായില്ലേ? പക്ഷെ ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗ്രൂവിയിലും മറ്റേ റൂബിയിലും മെറ്റാ പ്രോഗ്രാമിംഗ് ഫെസിലിറ്റി ലാംഗ്വേജിന്റെ ഉള്ളിലുണ്ട് റൂബിയുടെ പല ടൂൾസും ഗ്രൂവിയുടെ പല ടൂൾസും അതേ ലാംഗ്വേജിൽ എഴുതിയേക്കണേ. ആ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോ ആ DSL മാത്രമല്ല, ചിലപ്പോ റൂബിയും പഠിക്കേണ്ടി വരും. അതല്ലേ ഉദ്ദേശിച്ചേ? അതെ ഞങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ സ്വിഫ്റ്റ് പഠിക്കണം, പിന്നെ അത് കൂടാണ്ട് എന്റെ ഡിപ്പെൻഡൻസി മാനേജ് ചെയ്യാൻ വേണ്ടി എന്റെ സ്പെക്ക് കോൺഫിഗറേഷൻ DSLന്റെ ഫോമാറ്റ് പഠിക്കണം. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റൂബിയും പഠിക്കണം. അപ്പോ ആ ഒരു അല്ല അത് സമ്മതിച്ചു. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് അതൊരു ഡെവലപ്പർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു ഓവർഹെഡ് ഉണ്ട്. പക്ഷെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഓണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയേ, അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഡെവലപ്പർ എക്സ്പീരിയൻസിന്റെ ഒരു കേൾക്കുന്നില്ലല്ലോ. അല്ല എന്റെ പ്രോബ്ലം ആണ് സാറേ. ഞാൻ എന്റെ പ്രോബ്ലം വിചാരിച്ചു. ഓക്കെ സാറേ, കേൾക്കുന്നില്ല.
പറഞ്ഞിട്ട് കാര്യമില്ല. സന്ധ്യ ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യല്ലേ. ആ എല്ലാരും കട്ടായോ? എനിക്ക് തന്നെ അവരുടെ വീട്ടില് വൈഫൈ പോയിട്ടുണ്ടാവുക, അത് രണ്ടുപേരും കാണുന്നില്ല. ഉം. ഞാൻ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പുള്ളി കയറിക്കോളും. ഓക്കെ. വൈഫൈ എന്ത് പോയതാ. ഓക്കെ, അപ്പോ നമ്മൾ ഹോസ്റ്റ് ലാംഗ്വേജ് പ്ലഗിൻ പറഞ്ഞു. ഇനി ഗസ്റ്റ് ലാംഗ്വേജ് പ്ലഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും അവിടെ ഈ പ്രൈമറി ഡിമാർക്കേഷൻ വരുന്നത് സ്കിൽ സെറ്റ് ഓഫ് ദ ടീം ആണോ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് വേണോ. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഓൺ ദ ഫ്ലൈ ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കുറെ ഇപ്പോൾ റെപ്പൽ എൻവയൺമെന്റ്സ് കൊടുക്കാമല്ലോ വേണമെങ്കിൽ, ഓർഡറിങ്ങിനും ഡെവലപ്മെന്റിനൊക്കെ. അപ്പൊ ഈ ഗസ്റ്റ് ലാംഗ്വേജ് പ്ലഗിൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ പൊളിറ്റിക്കൽ ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, സാർ പറഞ്ഞ പോലെ. അതല്ല ശരത്തെ, ഞാനേ കട്ടാവണേക്ക് മുമ്പേ ഞാൻ ശ്രീജിത്തിന്റെ ആൻസർ ചെയ്തപ്പോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡെവലപ്പർ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂല് DSL അത്രയും നല്ലൊരു അപ്രോച്ച് ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അതായത് ഈ മറ്റേ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഓണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂലാണ് അതിന് വാല്യൂ ഉള്ളത്. കാരണം ഈ ഡെവലപ്പർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് നല്ലതായിരിക്കണം എന്നില്ല. ചെറുതെ മനസ്സിലായില്ലേ? അതെ അതെ. അല്ല, ഈ നമുക്ക് DSLs അതിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ അതായത് ഡൊമൈൻ സ്പെസിഫിസിറ്റി വരുമ്പോ എന്താണ് മിറർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആർബിട്രറി സാധനങ്ങളിൽ വെറുതെ DSL എഴുതിയിട്ട് കാര്യമില്ല. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ഓക്കെ. അല്ല, ഓക്കെ. അപ്പൊ നമ്മൾ ഗസ്റ്റ് ലാംഗ്വേജ് പ്ലഗിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഓക്കെ, ഇവിടെയാണ് സാറിന്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഈ പ്ലഗിനിൽ നിന്ന് DSLോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി വരുന്ന ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ സ്പെസിഫിസിറ്റി വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ പെർട്ടിക്കുലർ ഡൊമൈനിൽ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊടുത്തിട്ട് നമുക്ക് ആ കമ്പ്യൂട്ടേഷൻ എൻകോഡ് ചെയ്യുന്നത് ആക്യുറേറ്റ് അല്ല, അല്ലെങ്കിൽ ഡസൻറ്റ് മിറർ ദ ഡൊമൈൻ ഓണ്ടോളജി കറക്റ്റ്ലി, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ഡൊമൈനിലുള്ള കമ്പ്യൂട്ടേഷന്റെ സെമാൻറ്റിക്സ് ആക്യുറേറ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു DSLന്റെ എയിം തന്നെ. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആരാണ് ടാർഗറ്റ്? ഇപ്പൊ ഡെവലപ്പർ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവിടെ DSL പോലും വേണ്ടി വരില്ലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ബിൽഡ് സിസ്റ്റത്തിന്റെ കേസിലൊക്കെ സ്പെഷ്യൽ കൺസ്ട്രക്ട്സ് വേണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മതിയോ, മനസ്സിലായി? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് പ്രോബ്ലം എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ല ശരത്തെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ഈ മറ്റേ ഹോസ്റ്റ് ലാംഗ്വേജ് ഗസ്റ്റ് ലാംഗ്വേജ് സെയിം ആയിട്ടുള്ള കേസ് കഴിഞ്ഞിട്ടേ ഒരു ചോദ്യം നാച്ചുറലി വരാം. വൈ ഷുഡ് യു ഗോ ഫോർ DSL? ട്രെയിനിങ്ങും മറ്റേനൊക്കെ വേണ്ടല്ലോ. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പോരെ? കാരണം ഹോസ്റ്റ് ഒബ്ജക്ട്സ് ഗസ്റ്റ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ലാംഗ്വേജിലോട്ട് എക്സ്പോസ് ചെയ്താൽ പറ്റും. ഇപ്പൊ ജൈത്തണോ അല്ലെങ്കിൽ ഇപ്പൊ ലാല് ചെയ്തേക്കണ മാതിരി മറ്റേ ഈ ജാവാസ്ക്രിപ്റ്റോ പോരെ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? വരും. അല്ല, അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡൊമൈൻ സ്പെസിഫിക് അബ്സ്ട്രാക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് DSLല്. അപ്പൊ അബ്സ്ട്രാക്ഷൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ആ ഡൊമൈൻ സ്പെസിഫിക് കമ്പ്യൂട്ടേഷൻസ് നമ്മൾ അതായത് ട്യൂറിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏത് ലാംഗ്വേജിൽ എന്ത് കമ്പ്യൂട്ടേഷൻ വേണമെങ്കിലും എൻകോഡ് ചെയ്യാം. അപ്പം എൻകോഡിങ് കമ്പ്യൂട്ടേഷൻ അല്ല ഇവിടുത്തെ ലിമിറ്റേഷൻ. ഏത് അബ്സ്ട്രാക്ഷനിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ എൻകോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ ഡൊമൈൻ ഇറ്റ് വിൽ ബി മോർ ക്ലോസർ ടു ദ ഡൊമൈൻ എന്ന് വെച്ചാൽ ഇപ്പൊ അത്ര പ്രോഗ്രാമിംഗിൽ വശമില്ലാത്തവർക്കും കോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഇതിനെ പലപ്പോഴും കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിലും DSLന്റെ ഞാൻ കാണുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പൈൽ ബിൽഡ് സൈക്കിളിലൂടെ പോവാതെ, ഓക്കെ, ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ വ്യത്യാസമുണ്ട്. നമുക്ക് സിസ്റ്റം ഈ മറ്റേ എന്താ പറയാ, ഇൻ ദ മേക്കിംഗ് സിസ്റ്റത്തില് ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഈ
മറ്റേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജോ DSL ഉപയോഗിച്ച്. ഞാൻ അതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ കാണുന്ന അട്രാക്ഷൻ. നമുക്ക് റെപ്പലൊക്കെ കൊടുക്കാം. സാറ് കേട്ടോന്നറിയില്ല, ഞാൻ പറയായിരുന്നു ഈ ഫാസ്റ്റ് ആയിട്ട് അല്ല റെപ്പല്, ഇറ്ററേഷൻ. അതെ റെപ്പല്, സോറി പറഞ്ഞ ഇല്ല അല്ല, ഫാസ്റ്റ് ഇറ്ററേഷൻ നടക്കും പ്ലഗിന്റെ മുകളിൽ. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതായത് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് കൊടുക്കുന്നത് പ്ലഗിൻസിൽ. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് നമ്മൾ ഡൊമൈൻ സ്പെസിഫിസിറ്റി വേണ്ടി വരുന്നു. അതിന്റെ എക്സ്പ്രസീവ്നെസ് സീരിയസ്ലി ലിമിറ്റഡ് ആവുന്നു. ഡൊമൈൻ സ്പെസിഫിക് അബ്സ്ട്രാക്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റന്റിന് ക്ലാരിറ്റി ഉണ്ട് ഫ്രം ആൻ ഓർഡറിംഗ് സ്റ്റാൻഡ് പോയിന്റ്. അപ്പോഴാണ് നമ്മൾ DSLലോട്ട് നോക്കേണ്ടത്. അപ്പോൾ DSLലോട്ട് നോക്കി കഴിയുമ്പോൾ ഇനി എങ്ങനെ അത് റിയലൈസ് ചെയ്യാം? അപ്പൊ നമുക്ക് ഇന്റർണൽ DSL ഉണ്ട്, എക്സ്റ്റേണൽ DSL ഉണ്ട്, നമുക്ക് വിഷ്വൽ DSLs ഉണ്ട്. ഇന്റർണൽ DSL എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഒരു മിനി ലാംഗ്വേജിനെ അതിനകത്ത് തന്നെ എംബഡ് ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഐഡിയ. അതായത് നമുക്ക് വേണ്ട ഡൊമൈൻ സ്പെസിഫിക് അബ്സ്ട്രാക്ഷൻസ് ഒരു ലാംഗ്വേജിനകത്ത് തന്നെ എംബഡ് ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ കേസസ് ആണ് നമ്മൾ ഇന്റർണൽ DSL എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു പാർസറോ നമ്മൾ ഗ്രാമർ ഡിഫൈൻ ചെയ്യണ്ട. ഓക്കെ, മേ ബി ഇന്നേ വേ ഡിഫൈൻ ചെയ്യാം, ബട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പൈപ്പ് ലൈൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഗ്രാമർ നമ്മൾ ഡിഫൈൻ ചെയ്യണ്ട. പക്ഷേ അപ്പോൾ ലെക്ചർ വേണ്ട, പാർസർ വേണ്ട, നമുക്ക് നേരെ നമുക്ക് വേണ്ട അബ്സ്ട്രാക്ഷൻസ് ബിൽഡ് ചെയ്ത് കിട്ടും ഇന്റേണലി. റെസ്റ്റ് ഓഫ് ദ പൈപ്പ് ലൈൻ എഴുതിയാൽ മതി ഒരു ഇന്റർണൽ DSLന്റെ പോയിന്റ് ഓഫ് വ്യൂല്. എക്സ്റ്റേണൽ DSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലൗൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇന്റർണൽ DSL നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇറ്റ്സ് അപ് ടു യുവർ ഇമാജിനേഷൻ. നമുക്ക് ഗ്രാമർ ഡിഫൈൻ ചെയ്യാം, ലെക്ചർ പാർസർ ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണ്ട സെമാൻറ്റിക്സ് അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ ആയിട്ട് മോഡൽ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ് ഇപ്പൊ ശ്രീത് പറഞ്ഞ ശ്രീത് ഉണ്ടോ അവിടെ? ശ്രീത്, അതായത് ഈ കോട്ട്ലിനില് എനിക്ക് ഒരു പുള്ളി 2 ആഴ്ച മുമ്പ് ഒരു കോഡ് അയച്ചു തന്നു. അതായത് നിങ്ങള് എക്സ്പ്രഷൻ ബിൽഡർ ഒക്കെ നോക്കിയിട്ടുണ്ടോ കോട്ട്ലിനില്? ഞാൻ കോട്ട്ലിനിലല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇക്വലന്റ് ആയിട്ട് ഫംഗ്ഷൻ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് സ്വിഫ്റ്റിലുണ്ട്. കോട്ട്ലിനല്ല, ഓക്കെ, അത് തന്നെ ഫംഗ്ഷൻ ബിൽഡർ. അപ്പൊ അതൊരു ഇന്റേണൽ DSL ഒരു ടൂൾ ആയിട്ട് എനിക്ക് കണ്ടപ്പോ തോന്നി. അതെ DSL സ്വിഫ്റ്റിലോട്ട് കൊണ്ടുവന്നത് തന്നെ ഒരു കഴിഞ്ഞ WWDC ടൈമിലാന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഈ ഇപ്പൊ ഞങ്ങൾ ഇത്തിരി പണ്ട് ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ആയിരുന്നു, ഇപ്പൊ ഡിക്ലറേറ്റീവ് സ്റ്റൈലിൽ വരുവാണ്. അപ്പൊ നമ്മൾ ഈ കോട്ട്ലിൻ മൾട്ടി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സ്വിഫ്റ്റ് UI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡിക്ലറേറ്റീവ് സ്റ്റൈൽ വരുമ്പോൾ ബിഹൈൻഡ് ദ സീൻ കുറെ കോഡ് ജനറേറ്റഡ് ആവും. അതൊരു DSL ആയിട്ടാണ് ചെയ്യുന്നേക്കുന്നവർ. അപ്പോൾ അതിന്റെ അണ്ടർലൈൻ ഈ പറഞ്ഞ ഇംപ്ലിമെന്റേഷൻ സ്വിഫ്റ്റിൽ ഈ ഫംഗ്ഷൻ ബിൽഡർ പിന്നെ കുറെ സാധനങ്ങൾ ചേർത്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അല്ല, ഞാനിപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട് ചെറുത്ത, ഞാൻ ജനറലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റേ അല്ല അപ്പൊ ഇന്റേണൽ DSL ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മാക്രോ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീയുടെ ആ ലെവലില് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ജനറേഷന്റെ ലോജിക്കും അതൊക്കെ എഴുതാൻ പറ്റും. ഞാൻ ഒന്നുകൂടി വായിച്ചിട്ട് പറയാട്ടോ. എനിക്ക് ഞാനിത് ഞാനേ ഇപ്പൊ ഇന്റേണൽ DSL പറഞ്ഞപ്പോ അപ്പൊ ഇന്റേണൽ DSL ചെറുത്തെ ഇന്റേണൽ DSL വേണമെങ്കിൽ ലാംഗ്വേജിന് നല്ല മെറ്റാ പ്രോഗ്രാമിംഗ് കപ്പാസിറ്റി വേണം. പൈത്തണില് ഇന്റേണൽ DSL ഇല്ലാത്ത ആൾക്കാർ, പക്ഷെ ഗൂഗിൾ OR ടൂൾസ് ശരത്ത് കൺസ്ട്രെയിന്റ് കൊടുത്തപ്പോ ഓർക്കണ്ടോ, കോഡ്സിലല്ല കൊടുത്തേ. അല്ലല്ല, അപ്പൊ ഞാനിപ്പോ സ്വിഫ്റ്റിൽ ഇപ്പൊ കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇട്ടതാ. പറഞ്ഞോ ചെറു. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഇന്റർണൽ DSL ഞാൻ കാണിക്കാം, 2 കാണിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ 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 അപ്പോ ഇതില് എക്സ്റ്റേണൽ DSL ഒരു നമ്മൾ അതായത് എസെൻഷ്യൽ ഐഡിയ എന്ന് വെച്ചാൽ ഡൊമൈൻ എക്സ്പേർട്സിന്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് മിറർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻ, ഇന്റർണൽ DSL ലിമിറ്റേഷൻ വരുമ്പോഴാണ് നമ്മൾ ഒരു ഫുൾ ബ്ലൗൺ ലാംഗ്വേജിലോട്ട് തിങ്ക് ചെയ്യേണ്ടത്. അതാണ് ഇവിടുത്തെ സെൻസ്. വിഷ്വൽ DSLനെ പറ്റി പറയുമ്പോൾ അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഒരു കൺവെൻഷണൽ
പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ അവിടെ ഒരു അസ്യൂംഡ് ആണ് ഇത്ര നേരത്തെ ഡിസ്കഷനിൽ. അപ്പൊ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ അതായത് ടെക്സ്റ്റൽ ബയസ് ആണ് ഞാൻ വിളിക്കണേ. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ഇൻ ജനറൽ ടെക്സ്റ്റൽ ബയാസ് ഉണ്ട്. അപ്പോൾ ഒരു ലീനിയർ നേച്ചർ ഉണ്ട് അതിന്റെ റീസണിങ്ങിന്. അപ്പൊ അങ്ങനത്തെ ലീനിയർ നേച്ചറിൽ നമുക്ക് ചിലപ്പോൾ പല സാധനങ്ങളും കോംപ്ലക്സ് ആയിരിക്കും റീസൺ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മീൻസ് ഓഫ് സെമാൻറ്റിക് ക്യാപ്ചർ ആണെങ്കിൽ കുറച്ചും കൂടി കോഗ്നിറ്റീവ് ലോഡ് കുറവായിരിക്കും. അപ്പൊ അത് പ്രോഗ്രാമേഴ്സിന് വരെ ട്രൂ ആണ് ആ കാര്യം. അപ്പോ ഒരു സിറ്റിസൺ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഫങ്ഷണൽ എക്സ്പേർട്സ് എന്ന് വിളിക്കാം, അങ്ങനത്തെ ആൾക്കാരെ കാര്യം വരുമ്പോൾ അതായത് സാധാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരെ നമ്മളൊരു വിഷ്വൽ മീൻസിൽ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് ബെറ്റർ. ബിക്കോസ് ഓൾറെഡി അവർ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ആയിട്ട് ഫെമിലിയർ ആണ് ഗ്രാഫിക്കൽ ഇന്റർഫേസസ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെയാണ് വിഷ്വൽ ഡി എസ് എല്ലിന്റെ പ്രസക്തി. അപ്പൊ അവിടെ വിഷ്വൽ ഡി എസ് എൽ കൊടുക്കുമ്പോൾ നമ്മളൊരു ഗ്രാഫിക്കൽ മീൻസിൽ സെമാൻറ്റിക്സ് ക്യാപ്ചർ ചെയ്യുന്നു. അത് AST സം മീൻസിൽ സീരിയലൈസ് ചെയ്ത് അത് അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ ഡയറക്ട്ലി കൺസ്ട്രക്ട് ചെയ്ത് കിട്ടുന്നത്. അതാണ് അവിടുത്തെ എസെൻഷ്യൽ ഐഡിയ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഡിസ്കഷൻ ക്വസ്റ്റ്യനോ? ഇല്ല, മറ്റേ ശരത്ത് സാറിന് ഒരു സാധനം കാണിക്കാറുണ്ടല്ലോ വിഷ്വൽ ഡി എസ് എല്ലിന്റെ എക്സാമ്പിൾ. ഞാൻ കാണിക്കാം. ഞാനിപ്പോ ഒരു കോണ്ടാക്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അകത്തോട്ട് പോവാന്നുള്ള. അല്ല, അപ്പൊ ഇന്നലെ ജോയി ഉണ്ടല്ലോ, മറ്റേ UI പാത്ത് കാണിച്ചു ചെറുത്തെ. ഇന്നലെ പ്രോസസ് ഓർക്കസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു DSL ആയിട്ട് കരുതാം, വിഷ്വൽ DSL. അതെ തീർച്ചയായും. ഓക്കെ, ഇത് പ്രൊജക്ഷണൽ എഡിറ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നല്ലോ. ഞാൻ ബ്രീഫ്ലി മെൻഷൻ ചെയ്ത് ഇന്റലിജന്റ് MPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതായത് ലാംഗ്വേജ് റെക്കഗ്നീഷൻ എഞ്ചിൻസിനെ പറ്റി നിങ്ങൾ ഫെമിലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഫെമിലിയർ ഒന്നുമില്ല. അല്ല, ലാംഗ്വേജ് റെക്കഗ്നീഷൻ എഞ്ചിൻസ് മെറ്റാ പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ട് ജെറ്റ് ബ്രെയിൻസിന്റെ. പിന്നെ എക്ലിപ്സിന് EMF ഉണ്ടെന്ന് അറിയാം. ഒന്നാണോ അത്? അല്ല, സെപ്പറേറ്റ് ആണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശ്രീജിത്തിന്റെ ഒക്കെ ബോസ് ഉണ്ടല്ലോ, അങ്ങേര് DSL വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം പറയും. അതെന്തൊട്ട് സാധനം? അതാണിത്. ഓക്കെ കേട്ടിട്ടുണ്ടോ ശ്രീജിത്തെ? ഇല്ല, എന്റെ ബോസ് അങ്ങേര് എല്ലായിടത്തും മാട്ടിൻ എന്റെ ബോസ് അല്ല, അങ്ങേരല്ല ഏറ്റവും കൂടുതൽ രംഗം വഷളാക്കണ ആള്. അതെ ഞാൻ പറഞ്ഞു എപ്പോഴും വർക്ക് ബെഞ്ചിനെ കുറിച്ച് പറയും. ഇവിടെ എപ്പോഴും വർക്ക് ബെഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ. അല്ല സാറിന് പെയ്ഡ് ആയതുകൊണ്ട് ചോദിച്ചാ. അല്ല, വർക്ക് ബെഞ്ചിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഈ പ്രൊജക്ഷണൽ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് DSL ഓതറിങ് ആൻഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ് വേണം. അതായത് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് മോഡൽ ചെയ്ത് കൊടുക്കുന്നത് ഈ MPS എന്ന ടൂളിലോട്ട്. ഞാൻ എക്സ്പെർട്ട് ഒന്നല്ല. അപ്പൊ അതിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ എഡിറ്റേഴ്സ് ഒക്കെ സൈമൾട്ടേനിയസ്ലി ബിൽഡ് ആയി കിട്ടും. നമുക്ക് ലാംഗ്വേജ് റെക്കഗ്നിഷൻ എഞ്ചിൻസ് ഒക്കെ ബിൽഡ് ആവും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഓൺ ദ ഫ്ലൈ അവർ ഡയറക്ട്ലി ASLോട് സീരിയലൈസ് ചെയ്ത് തരാണ് ചെയ്യണേ. അപ്പൊ ഇങ്ങനത്തെ ഈ സ്ക്രീൻഷോട്ട്സ് ഉണ്ടോ? ഇതൊന്നും നമുക്ക് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ലാംഗ്വേജിൽ ഡയറക്ട്ലി ഫീസിബിൾ അല്ല ഇങ്ങനെയൊക്കെ നമുക്ക് മോഡൽ ചെയ്തെടുക്കാനായിട്ട്. ഒരു എഡിറ്റർ ബാക്ക്ഡ് ആയിരിക്കണം അത്. അതെ, അത് ഭയങ്കര യൂസ്ഫുൾ. അത് കാണുമ്പോ തന്നെ എന്താണെന്നുള്ള ഐഡിയ ഉണ്ടല്ലോ. അതെ. അപ്പൊ അതാണ് ഇങ്ങനത്തെ ടൂൾസിന്റെ. അപ്പൊ അതൊരു വേണമെങ്കിൽ ഒരു ഹൈബ്രിഡ് DSL എൻവയൺമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഞാനിത് അതായത് ഈ സെഷൻ ഈ എവല്യൂഷൻ ഓഫ് DSLs ഇൻ ഗോ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇന്റേണൽ ടെക് ഇവന്റ് ഉണ്ട് June 30. അപ്പൊ അതിനകത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു 54 സ്ലൈഡ് ഉണ്ട്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സെഷനാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ലാറ്റിൻ അമേരിക്കയിലെ ടീം മെമ്പേഴ്സ് ആഡ് ചെയ്തതാണ്. അപ്പൊ അവർ സാറിന്റെ ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. മറ്റേ
അതായത് പ്ലഗിൻസിനെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത്. പിന്നെ സന്ധ്യയുടെ ഈ ടാക്സ് കാൽക് കോഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഞാനിപ്പോ അത് എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സന്ധ്യ വേറെ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പ്ലഗിൻസിനെ പറ്റി കാണിക്കുന്നില്ല. അതായത് നമ്മൾ ഇത്ര നേരം തിയറി പറഞ്ഞു, ഇനി നമ്മൾ പ്രാക്ടിക്കൽ കയറണം. ഓക്കെ, അപ്പൊ പ്ലഗിൻ സ്കിപ്പ് ചെയ്യാം. ഇനി ഇന്റേണൽ ഡിഎസിന്റെ എക്സാമ്പിൾ, ഇത് JWQ എന്നുള്ള ലൈബ്രറിയാണ് ജാവയില്. അപ്പൊ അതില് SQL എന്താണ്, എന്ത് സെമാനിക്സാ ക്യാപ്ചർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് റിലേഷണൽ ആൾജിബ്രായിക് സിസ്റ്റത്തിന്റെ സെമാൻറ്റിക്സ് ആണ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് അതിന്റെ കൺസ്ട്രക്ട്സും അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം ആണ് നമ്മൾ എസെൻഷ്യലി ഇവിടെ മോഡൽ ചെയ്തെടുക്കുന്നത് SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ DSL ആണ്. ഇവിടെ ഈ JWQയുടെ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ഇന്റേണൽ DSL ആയിട്ട് അതിനെ മോഡൽ ചെയ്തേക്കാണ് ജാവയില്. ഈ സാധനം നമുക്ക് സാധാ ഒരു ഇത് ഫങ്ഷണൽ മെത്തേഡ് ആണോ, മെത്തേഡ് ചെയിനിങ് ആണോ? അതായത് ഓരോന്നും ക്വയറി തന്നെ റിട്ടേൺ. ഇത് ഫ്ലുവന്റ് ഇന്റർഫേസ് ആണ്. ഫ്ലുവന്റ് ഫ്ലുവന്റ് ഇന്റർഫേസ് പറഞ്ഞത് മറ്റേതല്ല, ഫങ്ഷൻ കോമ്പോസിഷൻ ഒബ്ജക്ട് ക്രിയേഷൻ ആണ് ഇന്റേണലി. അത് ഈ ഓർഡർ ഓഫ് ഇമ്പോർട്ടന്റ് അല്ല അല്ലേ? ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്, ഇന്നവയാണ്. അല്ല, പക്ഷെ ഈ മറ്റേ ഫ്ലുവന്റ് ഇന്റർഫേസ് ഫോർ ഒബ്ജക്ട് ക്രിയേഷനില് ഇപ്പൊ obj builder dot set name dot set get age എന്നൊക്കെ പറഞ്ഞത് ഏത് ഓർഡറിൽ കൊടുത്താലും വർക്ക് ചെയ്യാം. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. കാരണം ലിങ്ക് ആണെങ്കിൽ ഓർഡർ ഡിപ്പെൻഡന്റ് ആണ്, ഫ്ലുവന്റ് ഇൻഡിപെൻഡന്റ്. പ്രോപ്പർട്ടി ഏത് രീതിയിലാണോ എല്ലാം സെൻഡ് ചെയ്യാം. അതെ, പക്ഷെ ഇവിടെ നമ്മൾ പാർട്ട് ഹോൾ ഹൈറാർക്കിയാണ് മോഡൽ ചെയ്യുന്നത്. അപ്പൊ ഒരു പാർട്ടിനകത്ത് ഓർഡർ ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, പക്ഷെ ആ ഹോളിസ്റ്റിക്കലി നോക്കുമ്പോൾ ഓർഡർ ഉണ്ട്. ഫ്ലുവന്റ് ഇന്റർഫേസ് അല്ല എക്സാക്ട്ലി അല്ലേ? ഇപ്പൊ ഇവിടെ ജോയിൻ കഴിഞ്ഞിട്ട് ഓൺ വരുമ്പോ അത് ഏത് ജോയിന്റെ ഓൺ ആണെന്ന് അറിയണമല്ലോ. ഇതാണ് അവർ ഇന്റർഫേസ്. DSL കോണ്ടെക്സ്റ്റ് എന്നുള്ള സാധനമാണ് അവര് യൂസ് ചെയ്യണത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സെലക്ട് നോക്കാം. അല്ല, ക്വയറിയുടെ ഉള്ളിൽ അവര് ക്വയറിയുടെ ഇപ്പൊ SQLന്റെ 17 സാധനത്തിന് ഇന്റർഫേസ് ഉണ്ടാവും അവിടെ അല്ലേ? അതെ, എക്സാക്ട്ലി. അപ്പൊ ഈ സെലക്ട് റിട്ടേൺ ചെയ്യുന്നത് ഈ സെലക്ട് സ്റ്റെപ്പ് എന്നുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ മോഡൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അതായത് അങ്ങനെ ശരിക്കും ഇത് ഒബ്ജക്ട് അസംബ്ലിംഗ് ആണ് നടക്കണേ, ഒബ്ജക്ട് ക്രിയേഷൻ അല്ല. ഒബ്ജക്ട് ക്രിയേഷൻ വരുമ്പോഴാണ് ഓർഡർ ഇൻഡിപെൻഡൻസ് വരുന്നില്ല അല്ലേ? റിട്ടേൺ ദിസ് അല്ലെങ്കിൽ റിട്ടേൺ ന്യൂ ആ ടൈപ്പ് കൊടുക്കും. അപ്പൊ ഇത് മെത്തേഡ് ചെയിനിങ് പോലെയാണെന്ന് പറയാലോ. മെത്തേഡ് ചെയിനിങ് ആണ് ഇവിടെ തന്നെ. അപ്പൊ അതിനകത്ത് അപ്പൊ ഈ അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു ട്രീ കിട്ടും. ആ ട്രീനെ പിന്നെ അവര് പല രീതിയിൽ വിസിറ്റ് ചെയ്യണം ഇന്റേണലി. അല്ല, അത് എന്താ പ്രശ്നം എന്നറിയാവോ? ഇപ്പോ ഫ്ലുവന്റ് ഇന്റർഫേസ്, മെത്തേഡ് ചെയിനിങ്, ഫങ്ഷണൽ കോമ്പോസിഷൻ ത്രൂ എക്സ്റ്റൻഷൻ മെത്തേഡ് ഇൻ C#, സ്ട്രീംസ്, മറ്റേ ലേസി കളക്ഷൻ, റിയാക്റ്റീവ് സ്ട്രീമിനൊക്കെ സെയിം സിൻഡെക്സാ. ഇത് ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കണം. അപ്പൊ ഞാൻ എപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് എന്താണ് ഇതിലൊരു ഡൗട്ട് ഇല്ലാത്തത്. എനിക്ക് പേടിയത് കാണുമ്പോ. ശരിതേ, മനസ്സിലായില്ലേ? ഇതിൽ ഏതാണ് ഇവന്മാര് ചെയ്തേക്കണേന്നുള്ളത്. എല്ലാത്തിനും സെയിം സിൻഡെക്സാ പുറത്തു നോക്കുമ്പേ. ഇത് സോറി, ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഇപ്പൊ ഇതിൽ ഓരോ നോഡ് കൺസ്ട്രക്റ്റഡ് ആവും ഓരോ ഈ മെത്തേഡ് കോളിലും. അത് കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി SQLന്റെ എല്ലാ ഫാക്ടേഴ്സും അവിടെ അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ നല്ലൊരു ടെക്നിക്കാണ്. നമുക്കും SQL ഇന്റർപ്രറ്റർ ചെയ്ത എളുപ്പാ ഇങ്ങനെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച. ഇത് ഈ മെറ്റാ പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി യൂസ് ചെയ്തിട്ട് ഒരു DSL ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു ഡൗട്ട്, എന്റെ ജോലി പോകണം, ഞാൻ കാണിക്കാനുള്ള. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് റീസൺ കാരണമാണോ അതെല്ലാവരും അതല്ല, അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി അത് കമ്പനിയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തൊരു മിനി സാധനം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ
അങ്ങനെ. ഓക്കെ, അവിടെ ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിൽ സിന്റാക്സ് ആയിരിക്കും. അതായത് ഈ ഫ്ലുവന്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ലിമിറ്റേഷൻ ആണ് ഫോർ DSL. അതായത് ജാവയുടെ എക്സ്പ്രസിവിറ്റിയുടെ ലിമിറ്റേഷൻ ആണ് ഈ കാണുന്നത്. മനസ്സിലായോ? അത് ആ ലിമിറ്റേഷൻ സർക്കമെന്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ഉണ്ട്, എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. ഗ്രൂവിലൊക്കെ ചെയ്യുമ്പോൾ, റൂബിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ മോഡൽ ചെയ്യാം. ഓക്കെ, അപ്പൊ XNDSL ലോട്ട് കയറാം. XNDSL എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ഫുൾ ബ്ലോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രാമർ ഡിഫൈൻ ചെയ്യണം. അതിന് ലെക്സർ വേണം, പാർസർ വേണം, സെമാന്റിക് ചെക്കർ വേണം, മേ ബി ഓപ്ഷണലി ആൻഡ് ഒപ്റ്റിമൈസർ ഉണ്ടാവാം. ടാർഗറ്റ് അനുസരിച്ചിട്ട് ട്രാൻസ് കമ്പൈലറും ഉണ്ടാവാം. അപ്പോൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അബ്സ്ട്രാക്ഷൻസ് റിയലൈസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു റൺ ടൈം മിക്കവാറും ഉണ്ടാവും. പിന്നെ LSP പ്രോട്ടോകോളൊക്കെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് എഡിറ്റേഴ്സോ പുതിയ എഡിറ്റേഴ്സോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ലാംഗ്വേജിന്. ഇതാണ് ഇവിടെ സെൻട്രൽ ആർട്ടിഫാക്ട്സ് വരുന്നത്. അപ്പോ അതൊരു ഭയങ്കര, അപ്പൊ ID സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണല്ലേ. ഈ നമ്മുടെ ഇപ്പൊ നമ്മള് മരിക്കണ്ട, അതായത് ലാംഗ്വേജ് സെർവർ ഉപയോഗിച്ചിട്ട് എഡിറ്ററിൽ വയർ ചെയ്താൽ മതി അല്ലേ? ഞാനത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കൊള്ളാതെ. പക്ഷെ സാറേ, ഇത് നമ്മുടെ ലാംഗ്വേജിന്റെ ഗ്രാമറിന് പുറത്തുള്ള ഗ്രാമർ പാർസ് ചെയ്യേണ്ടി വരും. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ എററൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇത്തിരി പണിയാം. ഏത് ലാംഗ്വേജ് സെർവർ വെച്ചിട്ടാ? അല്ല, അങ്ങനല്ല. അതായത് നമ്മുടെ ഗ്രാമറിന് ഒരു സൂപ്പർ സെറ്റ് ഉണ്ടാക്കണ്ടേ ശരിക്കും പറഞ്ഞ ലാംഗ്വേജ് സെർവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ. അതായത് ഇപ്പൊ ലാംഗ്വേജ് സെർവറിന്റെ മറ്റേ ഇത് നമ്മൾ കീ ചെയ്യുമ്പോ അവർക്ക് ലുക്കപ്പ് നടത്തണമെങ്കിൽ അവർക്കൊരു മെറ്റാ മോഡൽ ഉണ്ട്, അതിലോട്ട് നമ്മുടെ ലാംഗ്വേജ് പ്രൊജക്ട് ചെയ്യണം അല്ലെ? എന്നാലേ അത് പ്രൊജക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ഇൻകറക്റ്റ് പ്രോഗ്രാം പാർസ് ചെയ്തിട്ട് ഫുൾഫിൽമെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഇരിക്കണം, പെട്ടെന്ന് എളുപ്പമല്ലാന്ന് അല്ലേ? എളുപ്പമല്ലാന്നാണ്. അതായത് പണ്ട് അല്ല, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ 1997 ഇപ്പൊ എന്റെ ഒരു പഴയ ഇവിടെ കോഡിരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അന്ന് ഈ സാധനം ഇല്ല, വിഷ്വൽ സ്റ്റുഡിയോക്ക് ഇന്റലിജൻസ് ഇല്ല. അപ്പൊ ക്യാരറ്റ് ഒക്കെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ പല ഫോണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. അന്നാ എനിക്ക് മനസ്സിലായേ, കാരണം നമ്മൾ ഫോണ്ട് റെൻഡർ ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിവൈസ് ഇൻഡിപെൻഡന്റ് ബിറ്റ് മാപ്പ് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഒരു എഡിറ്റർ എഴുതാന്ന് പറയുന്നുണ്ടല്ലോ, ടെക്സ്റ്റ് എഡിറ്റർ പിന്നെ എഴുതാം, ഫിക്സഡ് ലെങ്ത് ആണ് നമ്മുടെ ഇത്. ഒരു ഫോണ്ടിന്റെ വേരിയബിൾ ലെങ്ത് നല്ല ബുദ്ധിമുട്ടാ. അപ്പൊ അതൊക്കെ എളുപ്പമായി കിട്ടില്ലേ? അതെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇയർഫോൺ സ്വിച്ച് ചെയ്താ. എനിക്കിപ്പോഴും ഈ ലാംഗ്വേജ് സെർവറിന്റെ ഭാഗം പിടികിട്ടിയിട്ടില്ല. ലാംഗ്വേജ് സെർവർ എന്താ ചെയ്യുന്നത്? അതായത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതെല്ലാം അവര് ഓർഡർ ചെയ്യുന്നല്ലോ, പ്ലഗിൻസ് ആണ് കയറ്റുന്നത്. അപ്പൊ പ്ലഗിൻസ് കയറ്റുമ്പോൾ ആ എഡിറ്ററും ഈ നമ്മുടെ ആക്ച്വൽ പാർസിങ്ങും എറർ മെസ്സേജ് കൺസ്ട്രക്ഷനും ഓട്ടോ കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സെപ്പറേറ്റ് ഒരു ഡീകപ്ലിംഗ് ഉണ്ടല്ലോ അവിടെ. അത് LSP എന്നുള്ള പ്രോട്ടോകോൾ വെച്ചിട്ടാണ് അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോൾ LSP, മൈക്രോസോഫ്റ്റിന്റെ LSP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ചോദിക്കുക സാറേ. ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ വേറെ ഇത് ഷെയർ ചെയ്യാം. ലാംഗ്വേജ് സെർവർ പ്രോട്ടോകോൾ എന്നാണോ? അതെ. അല്ല, അത് മറ്റേ C# അവരുണ്ടാക്കിയതല്ലേ, ടീം ഉണ്ടാക്കിയതല്ലേ അത്? ഇന്റലിജൻസ് സപ്പോർട്ട് ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയതാ ഈ സാധനം. ഓക്കെ. അപ്പോ അത് നോക്കുകയാണെങ്കിൽ എഴുതി നോക്കാം ഒരു ചെറിയൊരു. അല്ല ഞാൻ ഇപ്പേ പണ്ട് ഞാൻ ഈ ഒരു നമ്മള് സ്ലാങ്ങിന് ഇത് എഴുതണമെന്നുണ്ടായിരുന്നേ, ഇന്റലിജൻസ്. അപ്പൊ ഞാൻ DSL ഇത് ഉപയോഗിക്കണായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊള്ളാം. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ VS കോഡിൽ നമുക്കൊരു പ്ലഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റലിജൻസും സപ്പോർട്ടും എല്ലാം കിട്ടും നമ്മുടെ സ്ക്രിപ്റ്റിന് അല്ലേ? അതെ. ഓക്കെ.
ഓക്കെ. അപ്പോ പണ്ട് ഓരോ കമ്പനി എഴുതണായിരുന്നു. ഇപ്പൊ ഈ ഉം. മറ്റേ വിഷ്വൽ C++ന്റെ മറ്റേ വിഷ്വൽ സി മറ്റേ ഡെവലപ്പർ സ്റ്റുഡിയോ ഇല്ല മൈക്രോസോഫ്റ്റ്, അതിൻ്റെ ഉള്ള വിഷ്വൽ C++ കമ്പയർ ഒരു 5 പേരുള്ള ഒരു കമ്പനി എഴുതി. മൈക്രോസോഫ്റ്റിന്റെ ഇന്റലിജൻസ് അല്ല അവർ ഉപയോഗിക്കുന്നത്, കമ്പയർ അല്ല ഉപയോഗിക്കുന്നത്, പാഴ്സർ അല്ല. ആ ഉം. കമ്പനിയുടെ പേര് മറന്നുപോയി. 5 പേരുള്ള ഒരു കമ്പനി. പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഉം. അപ്പൊ ഇത് മറ്റേ ഫാദർ ഓഫ് സ്ലാങ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ലാങ് എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സെഷൻ വെക്കാം. അരുൺ ചതിച്ചത്, അരുൺ അടുത്ത ആഴ്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് എൻ്റെ സ്ലാങ് കമ്പൈലർ ഇംപ്ലിമെന്റേഷൻ ഇൻ ജാവയാണ്. അപ്പൊ അതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അഡീഷണലി. ഇത് ഡൈനാമിക് ടൈപ്പിംഗ് അല്ല, മറ്റേ ലോക്കൽ വേരിയബിൾ ടൈപ്പ് ഇൻഫറൻസ് ആണ്. പിന്നെ ബേസിക് ടൈപ്സ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ് ഇവിടെ ചെയ്യാൻ. ഒബ്ജക്റ്റ് ഒക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പോൾ ലാംഡ എക്സ്പ്രഷൻസ് ഉണ്ട്, ഹയർ ഓർഡർ ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്ലോഷർ ഉണ്ട്, ഇസെറ്റ് ക്യാപ്ചർ ചെയ്യാം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പം ഈ ലാംഗ്വേജ് എങ്ങനെയാണ് മോഡൽ ചെയ്തേക്കണേ. അപ്പോൾ സെൻട്രൽ സിറ്റിസൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്താണ് AST ആണ്, അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ ആണ്. അപ്പോൾ ഇതിൽ ഓരോ കൺസ്ട്രക്റ്റിനും ഇവിടെ എക്സ്പ്രഷൻസ് ഇംപ്ലിമെൻറ്റഡ് ആണ്. ഇപ്പോൾ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിത്ത് ക്യാപ്ചർഡ് വേരിയബിൾസ് ആണ്. ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, ഫോർമുല ആർഗ്യുമെൻസും ഇതെല്ലാം ആയിട്ട്. ഫംഗ്ഷൻ ഇൻവോക്ക് ഉണ്ട്, ലാംഡ, ന്യൂമറിക് എക്സ്പ്രഷൻ, അങ്ങനെ. അതായത് ഓരോ സെമാൻറ്റിക് കൺസ്ട്രക്ട്സിനും ASTയിൽ ഒരു നോഡ് ഉണ്ടാവും. അതാണ് ഐഡിയ. ഓക്കെ, ഇനി നമ്മുടെ ലാംഗ്വേജ് ഓർഡർ ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്റേഴ്സിലാണല്ലോ മോസ്റ്റ്ലി. അപ്പോൾ ടെക്സ്റ്റ് ഫയലാണ് എസെൻഷ്യലി സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലെക്സർ എന്നുള്ള കമ്പോണൻ്റ് ആണ് അതിനെ ഇത് ഒരു സ്ട്രീം ഓഫ് ടോക്കൺസ് ആക്കി മാറ്റുന്നത്. ഈ ലെക്സറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൽ ഓക്കെ എന്താണ് കാണിക്കുക ലാസ്റ്റ് കാണി. ഓക്കെ, ഇത് കണ്ടോ, ഫംഗ്ഷൻ വോയിഡ് കോമ എൻഡ്. ഇത് ലെക്സറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതായിരിക്കും, ഫംഗ്ഷൻ വോയിഡ് കോമ എൻഡ്. ഇപ്പോൾ ഇത് സെമാൻറ്റിക്കലി ആക്യുറേറ്റ് അല്ല, പക്ഷെ ലെക്സറിന് അതൊരു സ്ട്രീം ഓഫ് ടോക്കൺ ആയിട്ടാണ് അവർ ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ? ഇനി പാർസർ ഇവിടെ റിക്കേഴ്സീവ് ഡിസെൻഡഡ് എന്നുള്ള അൽഗോരിതം യൂസ് ചെയ്തേക്കണേ. അപ്പോൾ പാർസർ ലെക്സറിന് യൂസ് ചെയ്യും, സ്ട്രീം ഓഫ് ടോക്കൺസിൻ്റെ പുറത്താണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് AST കൺസ്ട്രക്ട് ചെയ്ത് തരും. അതാണ് പാർസറിൻ്റെ ഡ്യൂട്ടി. ഇത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതാണ് റൂട്ട് നോഡ്, ഇവിടെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ വൺസ് മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇതാണ് എൻട്രി പോയിന്റ്. ഇവിടെ നമുക്ക് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ആയിട്ട് പാർസ് ചെയ്യും, എന്നിട്ട് ലെക്സറിന് കൊടുക്കും, പാർസറിന് കൊടുക്കും. പാർസർ നമുക്ക് റൂട്ട് നോഡ് വരും. ആ റൂട്ട് നോഡ് വെച്ചിട്ട് നമുക്ക് സെമാൻറ്റിക് അനാലിസിസ് നടത്താം, ഇൻ്റർപ്രിട്ടേഷൻ നടത്താം. അപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്ന വിസിറ്റർ പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാ കൺസ്ട്രക്റ്റിനും ഇവിടെ വിസിറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പല രീതിയിൽ അവൈലബിൾ ആണ്. ഇൻ്റർപ്രിറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഇവാലുവേഷൻ ആണ്. സെമാൻറ്റിക് ചെക്കർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫുൾ ബ്രൗൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ കമ്പയർ ചെയ്തെടുക്കണേ. ഇത് ടെക്നിക്കലി DSL അല്ല, കാരണം DSLന് നമ്മളൊരു കൺസ്ട്രെയിൻറ്റ് വെച്ചു, ഡൊമൈൻ സ്പെസിഫിസിറ്റി എന്നുള്ള കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ വേണമെങ്കിൽ സിമ്പിൾ ടേബിളിലോട്ട് പുതിയ സാധനം കൺസ്ട്രക്ട്സ് ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓൾ ടുഗദർ സ്പെഷ്യൽ സിൻഡാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഇൻ ദ ലാംഗ്വേജ് ആയിട്ടും ഇമാജിൻ ചെയ്യാം. പല രീതിയിൽ മോഡൽ ചെയ്തെടുക്കാം. ശരത്, ഒരു ടെക്നിക്ക് എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മുടെ സ്ലാങ്ങിൽ 3 ഡാറ്റ ടൈപ്പിലുണ്ട്. ഡോളർ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ലാംഗ്വേജ് സ്ട്രിംഗ് ആയിട്ടും, ഹാഷ് കൊടുക്കുന്നത് നമ്പർ ആയിട്ടും, എക്സ്ക്ലമേഷൻ കൊടുക്കുന്നത് ബൂളിയൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം. അതൊരു മെത്തേഡാ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മറ്റേ സന്ധി ചെയ്തേക്കുന്നത് അങ്ങനെയാണല്ലേ? മറ്റേ അതിന്റെ അടുത്ത് അതിലോട്ട് ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്.
ഈ വിഷ്വൽ ബേസിക്കൽ ആ കൺവെൻഷനാ. ഡോളർ വെച്ചിട്ട് ഒരു വേരിയബിൾ പ്രഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് വിഷ്വൽ ബേസിക് അല്ല, ബേസിക്കല് പഴയ ബേസിക് ഡോസിലെ. ഞങ്ങളുടെ ഇന്റേണൽ സെഷനിൽ എക്സിക്യൂട്ടബിൾ ഡിസിഷൻ ട്രീ കാണിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ടൈം തികയുന്ന 54 സ്ലൈഡ് 45 മിനിറ്റ് പ്രസന്റ് ചെയ്യണമായിരുന്നു. ഒന്നും കുറെ സാധനം സ്കിപ്പ് ചെയ്ത്. അല്ല, അത് അല്ല ഞാൻ സജ്ജടുത്ത് പറയാം എടുക്കാൻ എക്സിക്യൂട്ടബിൾ ഡിസിഷൻ ട്രീ. അതെ അതെ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇത് അവിടെ നിന്ന് പൊക്കിയ സ്ലൈഡാണ് ഞാൻ. അത് പക്ഷെ എടുത്തില്ല. നമുക്ക് ആൻഡ്ലർ നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫ്രം ദ സ്ക്രാച്ച് പ്രോഗ്രാമർ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് ലെക്ചർ പാർസർ എഴുതി അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നാണ് കണ്ടത്. ഇപ്പൊ ഈ സെയിം സാധനം ആൻഡ്ലറിൽ നമുക്ക് മോഡൽ ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റ് മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്രാമർ. ഇവിടെ ഇഫ് എക്സ്പ്രഷൻസ് വരെ സപ്പോർട്ട് ഉണ്ട്. വലിയ ലാംഗ്വേജ് ഒന്നുമില്ല, ചെറിയ ലാംഗ്വേജ് മോഡൽ ചെയ്തേക്കുന്നതാണ്. ഇത് ആൻഡ്ലറിന്റെ ഗ്രാമറാണ്. ഇത് ലെക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് അവർ ആൻഡ്ലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു ലാംഗ്വേജ് റെക്കഗ്നിഷൻ എഞ്ചിനാണ്, അല്ലെങ്കിൽ പാർസർ ജനറേറ്റർ ആണ്. അപ്പോൾ ഈ സ്ലാങ്ങിന്റെ കേസിൽ ഓക്കെ, ഒരു മെയിൻ ഡിഫറൻസ് പറയാം. അതായത് ഒരു ലാംഗ്വേജ് ഡിസൈനറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഓഫ് കോഴ്സ് വർക്ക് നമുക്ക് കുറയും, ലെക്ചറും പാർസറും ബേസ് വിസിറ്റർ ജനറേറ്റ് ചെയ്ത് തരും. പക്ഷെ അതല്ലാതെ ഇപ്പൊ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഗ്രാമറിലാണല്ലോ. ഇപ്പൊ നമ്മൾ റിക്കേഴ്സീവ് ഡിസെൻഡന്റ് പാർസർ യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഗ്രാമർ എഴുതാൻ പറ്റില്ല, അത് പാർസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ്ലറിന്റെ കേസിൽ നമുക്ക് ഇതുണ്ട്, ഇവിടെ ഫുൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ട് എഴുതി വെച്ചേക്കണേ. അത് ആൻഡ്ലർ ഇന്റേണലി അത് മോഡൽ ചെയ്തോളും. ആൻഡ്ലർ 4 and above 3 പറ്റില്ല. ആൻഡ്ലർ 4 and above, ഇത് 4 ആണ്. പിന്നെ ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് അവൻ എടുത്തോളും. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മള്. അല്ല, ലെക്സും യാക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? പണ്ട് ലെക്സും യാക്കും 2 ടൂൾ വേണമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ കണ്ട ലെക്സിക്കൽ സ്പെസിഫിക്കേഷൻ സ്മോൾ ലെറ്ററിലോ അങ്ങനെയാണല്ലോ കൊടുക്കണേ ചെറുതെ. ലെക്സിക്കൽ സ്പെസിഫിക്കേഷൻ സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ ലെക്സിക്കല്. പറഞ്ഞു. അല്ല, ഇത് അത് അങ്ങനെയാണ് അവര് 2 ടൂളും കൂടി ഒരുമിച്ച് മെർജ് ചെയ്ത് കൺവെൻഷൻ വെച്ചിട്ടാണല്ലോ. ശരത്തെ ആൻഡ്ലർ എല്ലാം ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു 3-4 സെഷൻ എടുക്കണം കേട്ടോ. കാരണം ഒരു പ്രോഗ്രാമറുടെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് പ്രോഗ്രാമിംഗ് തന്നെ മാറും ആൻഡ്ലർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അത് നോക്കാം. ഞാനിത് കാണിക്കാം. ഇവിടെ ഈ പാർസർ ജെൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അതായത് ഞാനിവിടെ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ്ലർ 4 വെച്ചിട്ട്. അപ്പോൾ അത് ഈ ഫോൾഡറിൽ കിട്ടും പാർസർ ജെന്നിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെക്ചർ അവർ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. പാർസർ വിസിറ്റർ ലിസ്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വലിയ ട്രാൻസ്ഫോർമേഷനും വേണ്ട, ചില കാര്യങ്ങൾ ഇപ്പം മെത്തേഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതിയെങ്കിൽ ലിസ്ണർ യൂസ് ചെയ്താൽ മതി. അല്ല, ഈ ശരത്തെ ഇതൊരു ഭയങ്കര ഇന്നോവേഷൻ അയാളുടെ, മനസ്സിലായില്ലേ അല്ലെ? സാധാരണ ഈ ആദ്യ കാലങ്ങളിലെ ശരത്തെ ഗ്രാമർ ഒന്ന് കാണിക്കാവോ ആൻഡ്ലറിന്റെ? അതിന്റെ ഉള്ളിലെ ആക്ഷൻ എഴുതണായിരുന്നു ശരത്തെ, മനസ്സിലായില്ലേ? അതായത് LHS RHS ആ പ്രൊഡക്ഷന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ എഴുതണം എന്താ ചെയ്യേണ്ടതെന്ന്. അതൊക്കെ അയാൾ പുറത്തേക്ക് മാറ്റി. വിസിറ്റർ മാത്രം അയാള് അവിടം വരെ എല്ലാം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ട്രീയും ഒക്കെ. ലെക്സിന്റെ ഒരു ഇൻപുട്ട് സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. നോക്കാം, ലെക്സിനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തല്ല, എടുത്ത് നോക്കണം. ലെക്സും യാക്കിന്റെ കുഴപ്പമെന്ന് വെച്ചാല് പ്രൊഡക്ഷന്റെ ഉള്ളില് ആക്ഷൻ എഴുതണം. ഇത് ആക്ഷൻ പുറത്തേക്ക് നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് മാറ്റി. അപ്പൊ നമുക്ക് ഗ്രാമർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള രീതിയിലായി ഇപ്പൊ. കാരണം കോഡിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കാലയെ കൂട്ടി നമുക്ക് അറിയണം ഓരോ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ കോൾ ആയിട്ട് കിട്ടും ലിസണറിൽ. ഒരു ബേസ് ലിസണർ വരെ അവരുണ്ടാക്കി തരുമെന്ന് എനിക്ക് മനസ്സിലാകും. ഒരു ഉഗ്രം ടോക്ക് ഉണ്ട്, അതിന്റെ ലിങ്ക് ഒന്നല്ല അതിലൊന്നും ഇട്ട് ചേർത്ത് ആ ടാക്കില്ലാണ്ട്. 11 വർഷം മുന്നേ ഉള്ളല്ലേ? 11 വർഷം ഉഗ്രം സാധനം. ഞാൻ അല്ലല്ല, ഞാൻ അല്ലല്ല, ഞാൻ ആ ടോക്ക് 11 കൊല്ലം മുമ്പ് എടുത്തതാ. ഞാൻ ആൻഡ്ലർ 3 ഞെട്ടിപ്പോയി ആ ടോക്ക് കണ്ടപ്പോ.
എന്തായാലും ഞാൻ ശരത്തിന്റെ പേരിൽ ഒരു എൻട്രി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്ലർ അടുത്ത ഇവന്റ്. അയ്യോ അല്ലല്ല, സ്ലാങ്ങിന്റെ ശരത്തെ അത് ഫൈനലി സ്ലാങ്ങിന്റെ ഇംപ്ലിമെന്റേഷനിൽ എത്തട്ടെ. എന്നാണ് അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ വേണമെങ്കിൽ സ്ലാങ്ങിന് അല്ല, നിങ്ങൾ രണ്ടുപേരും മാറി സ്റ്റെപ്പ് മാറി 1 എടുത്താൽ സ്റ്റെപ്പ് മതി. 2 അങ്ങനെ. അതെ, അപ്പൊ അരുൺ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എടുത്തോളും, ശരത്ത് ഈ സൈഡും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ കമ്മിറ്റ് ചെയ്യുന്നില്ല, നോക്കാം. ചെയ്യാം. അത് എന്തായാലും ആൻഡ്ലർ അല്ല, ഈ ആൻഡ്ലർ പ്രൊജക്ട് ഉണ്ടല്ലോ, 2 ബുക്കും ഉണ്ട് കേട്ടോ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സും അല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ പാറ്റേൺസും ആൻഡ്ലർ 4ന്റെ ബുക്ക് ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാർവൽ ആൻഡ്ലറിന്റെ ആർക്കിടെക്ചറും ഡിസൈനും ഒക്കെ. അയാളെന്താ പറയാണ്, വൈ കാൻ't യു സ്പെൻഡ് 25 years automating something which you can write in 6 months? അങ്ങനെ കണ്ടാ പുള്ളി പറഞ്ഞേ. പുള്ളിയെ stringtemplate.org ടെംപ്ലേറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാള് ഇതിന് ഒരു പ്രൊഫസർ. അയാള് ഇതിനു മുമ്പ് അയാളൊരു ഈ ആൻഡ്ലറിന് മുമ്പേ ഇയാൾ ജാവയിൽ റീറൈറ്റ് ചെയ്യണേക്ക് മുമ്പ്, പക്ഷെ അതിന് കുറെ ലാംഗ്വേജ് ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഈ C++ ഉണ്ടായിരുന്നപ്പോ അതിനെ PCCTS എന്ന് പറഞ്ഞിരുന്നത്, ഉർഡു കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. അത് LL1 KO സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ പ്രോജക്റ്റ് ഞാൻ ലോങ് ടേം ഫോളോ ചെയ്യുമായിരുന്നു. ഇത് വന്നിടയ്ക്ക് 2000 ജാവയിലേക്ക് അയാള്. അത് തമാശയുണ്ട് ഇതിന്റെ. ആൻഡ്ലർ എന്ന് പറഞ്ഞ ഒരുതരം ഡിയർ ആണ്. ഈ അലൻ ഹോളിയബ് അയാളുടെ കമ്പൈലർ ഡിസൈൻ എഴുതി കഴിഞ്ഞപ്പോ എല്ലാമ ഓക്സ് എന്ന് പറഞ്ഞു. എല്ലാമ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ മറ്റേ അയ്യോ ഒരു പാട്ടില്ലേ, മറ്റേ എന്തിരനില് ഒരുതരം ആടുമാരി ഒരു ജീവിയുടെ ഐശ്വര്യൊക്കെ പാടുന്നുണ്ട്, അതാണ് എല്ലാമ. ഓക്സ് വേറൊരു സാധനമാണ്. യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിലെ ബഫല്ലോ ആണ്. മറ്റേ ബൈസൺ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്ലെയിൻസിൽ കാണുന്ന ബഫല്ലോ ആണ്. അപ്പൊ ഈ പാഴ്സർ ജനറേറ്റേഴ്സിനൊക്കെ പേര് കണ്ടിട്ടുണ്ടോ? ഒരേ പേരായിരിക്കും. അതിന്റെ എല്ലാം ഉണ്ടോ? ബൈസൺ ഓക്സ് OCCS ഓക്സ് ആണെന്നാണ്. ആൻഡ്ലർ വന്നപ്പോ മര്യാദക്കുള്ള സാധനം വന്നല്ലോ. അല്ല, ആൻഡ്ലർ ഒരു ഡിയർ ആണ്. ആൻഡ്ലർ ഡിയർ എന്ന് അടിച്ച ഡിയർ ആണ്. പ്രൊജക്ഷന് കോഡ് നെയിം ഇടുന്നതിന്റെ തമാശ ഉണ്ടോ ലാലെ? ആൻഡ്ലർ അതിന്റെ കൊമ്പാണോ ഇനി? ഞാൻ അങ്ങനത്തെ കോൺടെക്സ്റ്റ് കേട്ടിട്ടുണ്ട്. ആൻഡ്ലേഴ്സ് അതിനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അതായത് മറ്റേ ഇപ്പൊ ഈ ആൻഡ്ലറിന്റെ ഗുണം എന്ന് വെച്ചാല് ഹ്യൂമൻ റീഡബിൾ പാഴ്സർ ഉണ്ടാക്കും. നിങ്ങൾ ഈ ആക്കിന്റെ ഒക്കെ ഔട്ട്പുട്ട് കണ്ടിട്ടുണ്ടോ? പേടിയാവും. കുറെ -1ഉം 0ഉം ടേബിൾസാ. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിക്ക് സ്ലാങ് പോർട്ട് ചെയ്യാൻ മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി 106 പ്രൊഡക്ഷന്റെ ടേബിൾ കൈകൊണ്ട് ഉണ്ടാക്കി. കൊള്ളാം. കണ്ടിന്യൂ ചെയ്യാം സാറേ. ഓക്കെ. അപ്പോ എന്താ പറഞ്ഞത്, നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇതിന്റെ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ജനറേറ്റർ എന്നൊരു പ്രശ്നമുണ്ട്. ഇത് കോമൺ JS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് വേണ്ട, അത് വേറെ ചർച്ചയാണ്, നമുക്ക് അതിലോട്ട് പോകണ്ട. ഓക്കെ, അപ്പൊ ഇതിലിവിടെ ഞാൻ ചെയ്തേക്കുന്ന ഒരു അവരുടെ വിസിറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എൻ്റെ ഒരു ഇന്റർപ്രറ്റർ എഴുതി. സെമാന്റിക്സ് ഒന്നും ആഡ് ചെയ്തല്ല, അത് ചുമ്മാ 2 ദിവസം കൊണ്ട് എന്തോ ചെയ്തതാ. എന്നിട്ട് അങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കാം. അപ്പൊ അവരുടെ ലെക്ചറിലോട്ടൊക്കെ ഇങ്ങനെയാ നമുക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അവരുടെ പാർസറാ, അവിടെ നമുക്ക് ട്രീ ബിൽഡ് ചെയ്ത് കിട്ടും. എന്നിട്ട് ആ ട്രീ നമ്മുടെ ഇന്റർപ്രറ്ററിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലിസ്ണേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അത് വേണമെങ്കിൽ പിന്നീട് കാണിക്കാം. ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഇത് ഞങ്ങളുടെ ഒരു ഇന്റേണൽ DSL അല്ല സോറി എക്സ്റ്റേണൽ DSL മോഡൽ ചെയ്യാൻ നോക്കിയതാ.
ഞങ്ങളുടെ കമ്പനിയുടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്രാമർ. പക്ഷെ ഇത് കംപ്ലീറ്റ് അല്ല, അത് പ്രത്യേകിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. അല്ല, അപ്പോൾ ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചറാണ് കാണിച്ചത്. അപ്പോൾ ഈ ആൻഡ്ലർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് മോഡൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കാണിച്ച സെയിം ഇൻഫ്രാസ്ട്രക്ചർ മതി നമുക്ക്. അതിൻ്റെ ഒപ്പം ഒരു സെമാൻറ്റിക് ചെക്കർ, ഇപ്പോൾ ഒപ്റ്റിമൈസർ ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇത് വിഷ്വൽ DSL. വിഷ്വൽ DSL ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഇത് ഇതൊരു വർക്ക് ഫ്ലോ എഞ്ചിനീൽ നിന്ന് എടുത്തതാണ്. പക്ഷേ സിമിലർലി ഇങ്ങനത്തെ ഗ്രാഫിക്കൽ എലമെന്റ്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ കമ്പോസ് ചെയ്ത് പ്രോഗ്രാം മോഡൽ ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ പല രീതിയിൽ സീരിയലൈസ് ചെയ്ത് AST ആയിട്ട് കിട്ടും. അതിനെ ഒരു കമ്പൈലർ ചെയ്താൽ മതി. അത് ബേസിക്കലി മനസ്സിലായില്ലേ? വിഷ്വൽ DSL എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലാങ്ങിൻ്റെ AST കിട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ കമ്പൈലർ പ്രൊമനന്റ് ആണോ അതോ? കേട്ടില്ല. വിഷ്വൽ DSL പ്രൊമനന്റ് ആയിട്ട് സെല്ലാവുന്ന ഒരു ഇതാണോ, കോൺസെപ്റ്റ് ആണോ? ആണ്. കാരണം സോറി, ഇൻഫോർമാറ്റിക്കയുടെ മറ്റേ അഭിനിഷോ ഈ മറ്റേ വർക്ക് ഫ്ലോ എഞ്ചിൻസ് എല്ലാവരും വിഷ്വൽ DSL ആണല്ലോ എഫക്റ്റീവ്ലി ഉപയോഗിക്കണേ. ദേ ജനറേറ്റ് പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏത് ടൈപ്പ് ബിസിനസ് വരെ എടുക്കുന്നത്? കാരണം ഇത് ഞാൻ പറയട്ടെ, കാരണം ഈ കൂടുതലും കസ്റ്റമർ ഫേസിങ് അത് വരുമ്പോൾ ഒരു ക്വിക്ക് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ അവരുടെ ടൈം ടു മാർക്കറ്റ് നോക്കിയിട്ട് അവർ ചിലപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാൽ അവർ കസ്റ്റം സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവോ? ആ ഒരു അങ്ങനെ കണ്ടിട്ടുണ്ടോ അതോ ഇല്ല? ഇപ്പൊ ഞങ്ങളുടെ പറഞ്ഞു ഞാൻ പറയാം. ഓക്കെ, അതായത് ഞങ്ങളുടെ കമ്പനി ഐഡന്റിറ്റി സർവീസസ് ഡൊമൈനിലാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഇന്റന്റ് വളരെ ആർബിട്രറി. അത് ഞങ്ങൾക്ക് മോഡൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ ഏതൊക്കെ കോമ്പിനേഷനിലൊക്കെ വരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ കൊടുത്തേക്കുന്നത്, ഞങ്ങൾ അവർക്ക് ഒരു വിഷ്വൽ DSL കൊടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തോ. ഇപ്പൊ അതല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷ്വൽ DSL എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ നമ്മളവിടെ സ്ക്രിപ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അവർക്ക് ചുമ്മാ വന്നിട്ട് സാധനം സ്പെസിഫൈ ചെയ്യുക, ഒരു 2-3 ബട്ടൺ ക്ലിക്കിൽ അവർക്ക് വേണ്ട ഫ്ലോസ് ജനറേറ്റ് ആവാണ്. അതായത് 2 ഡേയ്സിലൊക്കെ ഇന്റഗ്രേഷൻ ഒക്കെ പോസിബിൾ ആണ്. പുതിയ കസ്റ്റമേഴ്സിന് ഓൺ ബോർഡിംഗ് ഒക്കെ പോസിബിൾ ആണ് ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട്. മനസ്സിലായി? കേട്ടില്ല. B2B ആയിരിക്കും, ബിസിനസ് ടു ബിസിനസ് ആയിരിക്കും എല്ലാം. ബിസിനസ് ടു ബിസിനസ് ആണ് ഈ കസ്റ്റമർ. അതെ, ഞങ്ങൾ ബിസിനസ് ടു B2B ആണ് ഞങ്ങളുടെ മെയിൻ. അങ്ങനെയല്ല ശ്രീത്തെ, ഈ നമ്മളെ ബിസിനസ് പ്രൊഫഷണൽ സർവീസസുകാര് DSLs എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കും. മറ്റേ ഡെവലപ്പേഴ്സ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈവൻ ബിസിനസ് അനലിസ്റ്റും അല്ല. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൊഫഷണൽ സർവീസുകാർക്ക് ഇതൊരു വലിയ ടൂളാണ്. വിഷ്വൽ DSL ആണെങ്കിലും ടെക്സ്റ്റൽ DSL ആണെങ്കിലും. ഈ ഔട്ട്പുട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുത്തേ? ജേസൺ ഔട്ട്പുട്ട് വാക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണോ? വിസിറ്റർ വെച്ച് ഉണ്ടാക്കിയതാണോ? അടിയിലെടുത്ത് ഞാൻ ടെക്സ്റ്റ് കണ്ടല്ലോ. ഇതൊക്കെ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് യൂസ് ചെയ്യുന്ന സാധനം ഞാൻ പുറത്തോട്ട് എടുത്താണ്. ഇങ്ങനെ മോഡൽ ചെയ്ത് കിട്ടും സാർ. അതായത് ഞങ്ങളുടെ വെബിലാണല്ലോ ഇത് കമ്പോസർ. അപ്പോൾ അത് അവിടെ ഓട്ടോമാറ്റിക്കലി ഈ സാധനം മോഡൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ റെപ്രസെന്റേഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് അത് നമുക്ക് കമ്പോസ് ചെയ്ത് ഒരു ഗ്രാഫായിട്ട് കിട്ടും. അല്ല, നമുക്ക് സ്ലാങ്ങിന് ഒരു XML ഇന്റർമീഡിയറ്റ് ലാംഗ്വേജും JSON ഉണ്ടാക്കാം വേണമെങ്കിൽ വാക്ക് ചെയ്തിട്ട്. അല്ല, അത് നൈസ് ഐഡിയ ആണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വിഷ്വൽ DSLs ഒക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റും സ്ലാങ്ങിന്റെ മുകളിൽ. അത് വേണമെങ്കിൽ ഇപ്പോഴും ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ അല്ല സീരിയലൈസ് ചെയ്ത പിന്നെ ഇവിടെ ഒരു ഗ്രാഫിന്റെ സ്വഭാവം ഉണ്ട് ഇതിന്. പക്ഷെ അത് ഇപ്പൊ ഞങ്ങൾ ട്രീനെ ഒരു അബ്സ്ട്രാക്ഷൻ വെച്ചിട്ട്, അത് ഗ്രാഫ് തന്നെ അണ്ടർലൈൻ, എന്നിട്ട് ഒരു ട്രീ ആയിട്ട് മോഡൽ ചെയ്തേക്കാണ്. അല്ല, അത് സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ ആണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ടേ
അപ്പൊ ആ ഡാഗിനെ ട്രീ ആക്കാൻ എളുപ്പമാ, മുറിച്ചാൽ മതി, റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി ഷെയർഡ് ആ വേരിയബിൾ ആ വരുമ്പോ. മനസ്സിലായി. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിന് അങ്ങനെ കൊടുത്തിട്ട് പുള്ളി എന്റെ അടുത്തൊന്നും ചോദിക്കുമല്ലോ, ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് പുള്ളി ടോപ്പോളജിക്കൽ സോർട്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കണം സീക്വൻഷ്യൽ വർക്കിലൊക്കെ. അപ്പൊ ഇത് ഇത്ര ഉള്ളൂ എന്റെ സെഷൻ. ഈ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പൊ സ്ലൈഡിന്റെ ലിങ്ക് ഇട്. ആ സ്ലൈഡ് ഇതിപ്പോ ഈ കാണിച്ചത് ഇന്റേണൽ റെപ്പോ ആണ്, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ സ്ലൈഡ് പുറത്തെടുക്കാം. പുറത്തെടുക്കാൻ പറ്റുന്ന കോഡ് ബാക്കിയെല്ലാം പുറത്തെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അത് കമ്പനിയുടെ കോഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ പുറത്തെടുക്കാം. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ DSL വെച്ച് മോഡൽ ചെയ്യണത് കമ്പ്യൂട്ടേഷൻസ് ആണെന്നല്ല പറഞ്ഞത്. ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡൊമൈൻ എന്റിറ്റീസ് പോലത്തെ സാധനങ്ങൾ മോഡൽ ചെയ്യും? വേണ്ടി വരും. അത് അവിടെയാണ് എക്സ്പ്രസിവിറ്റി എന്നുള്ള സാധനം വരുന്നത്. അതായത് എന്തോരം എക്സ്പ്രസീവ് ആവണം നിങ്ങളുടെ ലാംഗ്വേജ്. അപ്പൊ അത് കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഫിക്സഡ് ആണ് ഡൊമൈൻ എന്റിറ്റീസ് എങ്കിൽ നമുക്കത് എക്സ്പോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അവർക്ക് ഓർഡർ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് കൊടുക്കണോ, അങ്ങനെയാണെങ്കിൽ അതും കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൊക്കെ നമ്മുടെ വിഷ്വൽ DSL മോഡൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു DSL എക്സ്പോസ് ചെയ്ത് കൊടുത്തേക്കാണെന്നല്ലേ. അപ്പൊ അതെ. അവര് ആ DSL ഉപയോഗിച്ചിട്ട് ഒരു എന്റിറ്റി മോഡൽ ചെയ്ത് അതിന്റെ ടേബിൾസ് ഒക്കെ ഡൈനാമിക് ആയിട്ടാണോ ജനറേറ്റ് ആവണം? ഇല്ല, ഞങ്ങൾ അവർക്ക് ഞങ്ങൾ സ്പെസിഫിക്, ഇപ്പൊ ഞങ്ങളുടെ കേസിൽ അവിടെ ഫ്ലെക്സിബിൾ ആക്കി വെച്ചേക്കാണ്. അതായത് ആർബിട്രറി സാധനങ്ങൾ വയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കണേ. ടേബിൾ ഒന്നും ഇല്ല അവിടെ, പെർസിസ്റ്റൻസ് ലെയർ ഒന്നും വരുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ നിർത്തി ഞാൻ പറഞ്ഞോ. പെട്ടെന്ന് കട്ടായി വിചാരിച്ചു. ഉം. ഇത് കൊള്ളാം. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ജോയി കഴിഞ്ഞ ദിവസം കാണിച്ചൊരു സംഭവം, ഫസ്റ്റ് കേസ് വേറെ ഞാൻ ചോദിക്കട്ടെ. നമുക്ക് റെക്കോർഡ് ചെയ്യണോ അതോ ഡിസ്കഷൻ റെക്കോർഡിംഗ് ഇത് ആയിട്ട് നമുക്ക് ഇനിയിപ്പോ റെക്കോർഡിംഗ് ടെർമിനേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഫ്രീ ഫോർമാറ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ.